സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതി SITയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ്. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി. ബഡ്ജറ്റ് സമ്മേളനം അലങ്കോലമാക്കിയ പ്രതിപക്ഷം കേരളത്തിലോട് മാപ്പ് പറയണമെന്നും മന്ത്രി. അന്ന് സഭ അലങ്കോലപ്പെടുത്തിയത് ഏത് മുദ്രാവാക്യം വെച്ചിട്ടാണ്? ആ സഭ അലങ്കോലപ്പെടുത്തുന്ന പ്രശ്നം സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം എന്ന നിലയിലാണ്. ആ സന്ദർഭത്തിൽ ഹൈക്കോടതി SITയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമായിരുന്നു. അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതികളുടെ വിശ്വാസം ഉറപ്പിച്ച് വേണ്ടേ സഭാ നടപടികളെ സഹകരിക്കേണ്ടിയിരുന്നത്? അപ്പൊ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിൽ അസാധാരണ സിദ്ധി കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ മേധാവിന്റെ അത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ നിർബന്ധിതമായിട്ടുള്ളത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചതും പാസാക്കിയതും. കേരളത്തിന്റെ 29 ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചില്ല. എയിംസിന്റെ കാര്യത്തിൽ തുടരുന്ന മൗനം മുതൽ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് വഴി കേരളത്തിനുണ്ടാക്കിയ കനത്ത സാമ്പത്തിക നഷ്ടവും എണ്ണിപ്പറയുന്നതായിരുന്നു പ്രമേയം. ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ചട്ടവിരുദ്ധ നടപടിയും വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണവുമാണ് ഉണ്ടായതെന്നും ശക്തമായി അപലപിക്കുന്നുവെന്നും പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായയുക്തമായ ആവശ്യങ്ങൾ പലതിനും യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നത് കേരള സമൂഹത്തെ ഒന്നാകെ നിരാശപ്പെടുത്തുന്നതാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ദിശാബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്ന കേരള സർക്കാരിനെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന സമീപനമാണ് യൂണിയൻ സർക്കാർ കൈക്കൊള്ളുന്നത്. ലോക ശ്രദ്ധയാകർഷിച്ച വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ച് രാജ്യത്തിനും ആഗോള സമൂഹത്തിനും മുന്നിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ച സംസ്ഥാനത്തോട് തുറന്നു വരുന്ന അവഗണന ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ അവഹേളിക്കുന്നതാണ്. രാജ്യത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് VGF ഗ്രാൻഡായി നൽകണമെന്ന് നിരവധി തവണ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടും തിരിച്ചടവിന് വിധേയമായ VGF ആണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും VGF ഗ്രാൻഡായി അനുവദിച്ച യൂണിയൻ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് VGF അനുവദിക്കുന്നതിൽ തികച്ചും വിവേചനപരമായ സമീപനമാണ് സ്വീകരിച്ചത്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനുള്ള വകുപ്പ് റദ്ദ് ചെയ്യുക കൂടി ചെയ്തു. പ്രകൃതി ദുരന്തത്തിനിരയായ വയനാട്ടിലെ ജനതയോടുള്ള കേന്ദ്ര സമീപനത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും പരാമർശങ്ങളുണ്ടായി. നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ള ഗ്രാന്റുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും അവഗണന ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഈ പ്രമേയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ചുരുക്കുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകുന്നതിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുകയും ഭൗതിക പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണനയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയിലും വിവേചനത്തിലും കേരള ജനതയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം ഈ സഭ അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.